അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ലിബർട്ടി ഇക്വാലിറ്റി ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് തിങ്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് മുതൽ താഴേക്കുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് തിങ്കേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ആ ഒരു ഫ്രഞ്ച് റവല്യൂഷനിൽ ഇൻഫ്ലുവൻസ് കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രഞ്ച് തിങ്കേഴ്സിൻ്റെ ഏതൊക്കെ ഫ്രഞ്ച് തിങ്കേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ആ ഒരു ഫ്രഞ്ച് റവല്യൂഷനിൽ ഇമ്പാക്റ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആൻഡ് ദെയർ ഐഡിയാസ് കൺവിൻസ് ദ പീപ്പിൾ ഓഫ് ദ സിറ്റുവേഷൻ ദേ വെയർ ഫേസിങ് ആൻഡ് ഇൻസ്പയർഡ് ദം ടു റിയാക്ട് അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫ്രഞ്ച് തത്വചിന്തകന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ഇൻസ്പയർഡ് ആവുകയാണ്. എന്താണ് അവരനുഭവിക്കുന്ന ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കാരണം ഈ ഗവൺമെൻറ് നയങ്ങളാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ രാജാവിൻ്റെ ചില തീരുമാനങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ആ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു ഫ്രഞ്ച് തിങ്കേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വഴി ആ ഒരു ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രഞ്ച് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് അധികം തിങ്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ആൾ വോൾട്ടയർ ആണ്. വോൾട്ടയർ വാസ് എ ഫിലോസഫർ, ഹിസ്റ്റോറിയൻ, സറ്റാറിസ്റ്റ് ആൻഡ് ഫിലാൻട്രോഫിസ്റ്റ്. Though he was not an atheist, he constantly criticized the clergy through his articles. He was expelled from France due to his stance and writings. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വോൾട്ടയർ ഒരു ഫിലോസഫറും ഹിസ്റ്റോറിയനും സറ്റയറിസ്റ്റും ഫിലാൻട്രോഫിസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു എത്തിസ്റ്റ് അല്ല, എന്ന് വെച്ചാൽ ഒരു നിരീശ്വരവാദി ഒന്നും അല്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. ഈ ക്ലർജി, ആ ഒരു വിഭാഗക്കാരെയൊക്കെ എപ്പോഴും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസിൽ കൂടെ, അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൂടെയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ തത്ഫലമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ്, ഫ്രാൻസിൽ നിന്ന് പുറത്താക്കുകയാണ്, എക്സ്പെൽ ചെയ്യുകയാണ്, ഫ്രാൻസിൽ നിന്ന് നാട് കടത്തുകയാണ് അദ്ദേഹത്തെ. അതിൻ്റെ കാരണമായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചിന്താഗതിയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാടുകളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും കാരണമാണ്. അതിനകത്തൊക്കെ ക്ലർജിയെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു അന്ന് ഫ്രാൻസിലുണ്ടായിരുന്ന ആ ഒരു സാമൂഹ്യസ്ഥയെ കുറ്റം പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, നാട് കടത്തുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകന്മാരിൽ പ്രധാനിയാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. അടുത്ത ആളെ നോക്കാം, റൂസോ. അപ്പോൾ രണ്ടാമത്തെ ആളാരാണ്, റൂസോ. Rousseau was an educational philosopher and a political theorist. His work, The Social Contract, defined the relationship between the citizen and the state. Rousseau stated, "The people created the king through a contract for their welfare and upliftment. However, the king has violated his responsibilities. Therefore, he has lost the right to rule." He argued that good laws create good citizens. Rousseau opposed the existing power structure. His ideas were based on naturalism. Man is born free, but everywhere he is in chains, he said. Rousseau's works inspired the French Revolution. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റൂസോ ഒരു വിദ്യാഭ്യാസ ചിന്തകനോ അല്ലെങ്കിൽ ഒരു തത്വചിന്തകനോ ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടോ രാഷ്ട്രീയ ചിന്തകനായിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാളാണ് റൂസോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഒരു വർക്കുണ്ട്, ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം എന്താണ് പറയുന്നത്, ആ ഒരു സിറ്റിസൺ, ആ ഒരു ജനവും അതുപോലെ തന്നെ സ്റ്റേറ്റുമായിട്ടുള്ള ആ ഒരു രാഷ്ട്രവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ, അതിനെയാണ് അദ്ദേഹം ആ ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിൽ അടയാളപ്പെടുത്തി ഇടുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്, ദ പീപ്പിൾ ക്രിയേറ്റഡ് ദ കിങ് ത്രൂ എ കോൺട്രാക്ട് ഫോർ ദ വെൽഫെയർ ആൻഡ് അപ്ലിഫ്റ്റ്മെൻറ്റ്. ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ രാജാവിൻ്റെ ആ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എന്തിനു വേണ്ടി, അതൊരു കരാറിൻ്റെ മേലിലാണ്. എന്താണ് ആ കരാറിലെ കിട്ടുന്ന കൺസിഡറേഷൻ, എന്താണത്, ആ ഒരു ജനങ്ങളുടെ വെൽഫെയറിന്, ജനങ്ങളുടെ പുരോഗതിക്കും അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിനും വേണ്ടിയൊക്കെ പ്രവർത്തിക്കും എന്നുള്ള ഒരു കരാറിന്മേലാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, രാജാവിനെ അവിടെ ഇരുത്തുന്നത് എന്നാണ് നമ്മുടെ റൂസോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ വർക്കിലും ആ തിയറിയിലും ഒക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറി പ്രകാരം അദ്ദേഹം പറയുന്ന ബാക്കി അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ്, ആ കിങ്, ഇവിടുത്തെ കിങ് അല്ലെങ്കിൽ ഫ്രാൻസിലെ കിങ് എന്ത് ചെയ്തു, ആ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് പെർഫോം ചെയ്യാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിൽ ഒരു ഫെയിലിയർ ആയിട്ട് മാറി എന്നൊക്കെ ആര് പറയുകയാണ്, റൂസോ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഭരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു റൂൾ, ആ ഒരു അവകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് റൂസോ പറഞ്ഞത്. അതുപോലെ ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പവർ സ്ട്രക്ചറിനെയും എല്ലാത്തിനെയും റൂസോ വന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നതാണ്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ക്ലെയിംസ്. അതൊരു ഫേമസ് ആയ ഒരു കോട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫേമസ് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റൂസോ മുന്നോട്ട് വെച്ച. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്, പക്ഷേ എല്ലായിടത്തും അവൻ എന്താണ്, ചങ്ങലകളിലാണ്. അപ്പോൾ റൂസോൻ്റെ വർക്കുകളും ഈ ഫ്രഞ്ച് റവല്യൂഷന് ഒരു ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് മൊണ്ടസ്ക്യൂ ആണ്. അപ്പോൾ നമ്മൾ വോൾട്ടയറും റൂസോവും കഴിഞ്ഞു, അടുത്ത ആൾ മൊണ്ടസ്ക്യൂ ആണ്.
Montesquieu criticized the evils of the church and the tyranny of the state. He advocated limited monarchy and proposed that powers of the government be divided into three branches: the legislative, executive, and judicial, to ensure the freedom of individuals. His work, The Spirit of Laws, analyzed the principles of the government and the evolution of law and the constitution. അപ്പോൾ മൊണ്ടസ്ക്യൂ പറഞ്ഞത്, അദ്ദേഹം എന്താണ് ഈ ചർച്ചിൻ്റെ ഈ ഒരു ഈവിൾ പ്രാക്ടീസ് അല്ലെങ്കിൽ ആ ഒരു തെറ്റായ പ്രാക്ടീസുകൾക്കെതിരെ അദ്ദേഹവും ശബ്ദിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ ആ ഒരു ടൈറണി നിറഞ്ഞൊരു ഭരണം, അതിനെയും ക്രിട്ടിസൈസ് ചെയ്ത ഒരാളാണ് നമ്മുടെ മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയപ്രകാരം മൊണാർക്കിക്ക് ലിമിറ്റഡ് പവർ മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ രാജാവിന് എന്ത് പാടുള്ളൂ, ലിമിറ്റഡ് പവർ മാത്രമേ പാടുള്ളൂ. ആ ഒരു പവർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പവറെല്ലാം 3 ബ്രാഞ്ചുകളായിട്ട് തിരിക്കണം: ലെജിസ്ലേറ്റീവ്, നിയമനിർമ്മാണം; എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണം; ജുഡീഷ്യൽ, നീതിന്യായം. അങ്ങനെ ആ ഒരു 3 ഓർഗൻസ് ആയിട്ട്, അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവർ വേണമെന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അതായത് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, അങ്ങനെ 3 ബ്രാഞ്ചസ് ആയിട്ട് ആ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പവർ തിരിക്കണം. അതായത് നിയമനിർമ്മാണം, കാര്യനിർവഹണം, അതുപോലെ നീതിന്യായ വ്യവസ്ഥ, അങ്ങനെ 3ആയിട്ട് അതിനെ തിരിക്കണമെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് ആണ്. അതിനകത്ത് അദ്ദേഹം ആ ഒരു ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു നിയമത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയൊക്കെ എവല്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നൊരു വർക്കാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്. അതേ പുറമെ ദ ഐഡിയാസ് ഓഫ് ദ ബ്രിട്ടീഷ് ഫിലോസഫർ ജോൺ ലോക്ക് ഓൾസോ ഹാഡ് എ ഡിസിസീവ് ഇമ്പാക്ട് ഓൺ ദ ഫ്രഞ്ച്. ഹിസ് ഫേമസ് വർക്ക് ടു treatises of government rejected the divine right and the tyranny of the king. Economists known as physiocrats also influenced the French people. Prominent among them were Turgot and Necker. Turgot was an advisor to Louis XVI, who conceived many plans to improve the economic situation of France. These economic policies reflected the interest of the middle class. Encouragement of agriculture and free trade of food items were important among them. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനും പുറമെ ഒരു ഇംഗ്ലീഷ് ഫിലോസഫറായ ജോൺ ലോക്കിൻ്റെ വർക്കുകളും ഒക്കെ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവകാരികളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കാണ് ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഒരു ഡിവൈൻ റൈറ്റിനെയും കിങ്ങിൻ്റെ ടൈറനിയൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊന്നുള്ള അധികാരം ആർക്കില്ല, അല്ലെങ്കിൽ ദൈവദത്തം ഒന്നും അല്ല രാജാധികാരം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ ഒരു ഫ്രഞ്ചിൽ നിന്നിരുന്ന ആ ഒരു സംഭവങ്ങളെയൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രഞ്ച് സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ഫിസിയോക്രാറ്റ്സ് എന്നറിയപ്പെടുന്ന അവരും ഈ ഒരു ഫ്രഞ്ച് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 2 പേരാണ് ടർഗട്ടും നെക്കറും. ടർഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൂയി 16 ഒരു അഡ്വൈസർ ആയിരുന്നു. ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇക്കണോമിക് കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോളിസീസൊക്കെ, നമ്മുടെ ടാർഗറ്റ് കൊണ്ടുവന്ന ആശയങ്ങളൊക്കെ ഈ ഒരു മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആശയങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അതുപോലെ കൃഷിയെയും സ്വതന്ത്ര വ്യാപാരത്തെയും ആഹാരത്തിൻ്റെയൊക്കെ ഫ്രീ ട്രേഡിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. These reforms improved the financial situation of France to some extent. However, Marie Antoinette unwillingness to cut back on spending resulted to enmity between her and Turgot. അപ്പോൾ ഈ റിഫോംസ് ഫ്രാൻസിലെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിനെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്തിയെങ്കിലും മേരി ആൻറ്റോയിനേറ്റ് ആയിട്ടുള്ള തർക്കം മൂലം ആണ് നമ്മുടെ ലൂയി 16 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടാർഗറ്റിനെ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യുന്നത്. Necker was appointed as the new advisor. He tried to continue the reforms of Turgot but was expelled due to the war with England. He also faced opposition from the National Assembly. The advisors who were appointed after Necker also failed to improve the economic condition of France. Finally, the king was forced to change his decision and call Necker again. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് മാറിയതിന് ശേഷം അടുത്ത് വന്ന ആളാണ് നെക്കർ. അപ്പോൾ നെക്കറിനും ഈ ടാർഗറ്റിൻ്റെ ആശയങ്ങൾ തന്നെയാണ് പിന്തുടർന്നത്. പക്ഷേ ആ ഒരു ഇംഗ്ലണ്ടുമായിട്ടുള്ള യുദ്ധം മൂലവും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലിയുടെ എതിർപ്പ് മൂലമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം ഒരുപാട് അഡ്വൈസർ വന്നെങ്കിലും ഈ ടാർഗറ്റിനൊപ്പമോ നെക്കറിനൊപ്പം ഒന്നും ഉള്ള ലെവലിലേക്ക് അവർ ഉയർന്നില്ല. അവസാനം കിങ് എന്ത് ചെയ്യേണ്ടി വന്നു, കിങ്ങിനെ നമ്മുടെ നെക്കറിനെ തന്നെ തിരിച്ചു വിളിക്കേണ്ടി വന്നു. അടുത്ത ദ എസ്റ്റേറ്റ്സ് ജനറൽ മീറ്റ്. We have already discussed the severe economic crisis that France faced in the 18th century. To overcome this, it became necessary to impose new taxes. For this, Louis XVI, on the advice of Necker, decided to summon the French Parliament, the Estates General. When the Estates General was convened, again after 175 years, dispute arose regarding its organization. Like the French society, the Estates General was also divided into three. The 3 estates met separately. The clergy, that was only a small percentage of the French population, had 2/3, 285 members.
the nobility which numbered only about 140,000 of the French population had 308 members in the House of Representatives. The common people who constituted the majority had 621 members in the House of Representatives. The membership of the first and second estates was by inheritance. However, the members of the third estate was elected. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ക്ലർജി എന്ന് പറയുന്ന ആ ഒരു ഫ്രഞ്ച് പോപ്പുലേഷൻ ചെറിയൊരു അംശം മാത്രമാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രമാണ്. അവർക്ക് ഏകദേശം ആ ഒരു ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ എന്താണ് ഏകദേശം 285 മെമ്പേഴ്സുണ്ട്. നമ്മുടെ നോബിൾസിന് എത്രയുണ്ട്? ആ ഒരു 140,000 ഫ്രഞ്ച് പോപ്പുലേഷനിലാണ് നോബിൾസ് ആയിട്ടുള്ളത് എങ്കിൽ അതിനകത്ത് 380 മെമ്പേഴ്സ് ആ ഒരു ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലുണ്ട്. ആ ഒരു നോബിൾസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആ ഒരു 140,000 ഫ്രഞ്ച് പോപ്പുലേഷനുള്ള നൊബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു എസ്റ്റേറ്റിൽ നിന്നും ഏകദേശം 380ഓളം റെപ്രസെൻറ്റേറ്റീവ്സ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലുണ്ട്. 380 അംഗങ്ങളുണ്ട്. ഇനി കോമൺ പീപ്പിളിനിടയിൽ 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഫ്രഞ്ച് പോപ്പുലേഷനിൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഈ കോമൺസ് ആണല്ലോ. അപ്പോൾ 681 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ബാക്കി രണ്ട്, അതായത് ക്ലർജിയിലെ നൊബിലിറ്റിയിലെ അംഗങ്ങളുടെ ഇൻഹെറിറ്റൻസ് ആയിട്ടാണ് വരുന്നത്, പാരമ്പര്യമായിട്ടാണ് ആ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു കോമൺസിലുള്ള അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ എങ്ങനെയാണ് എലക്ട് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ മെമ്പർഷിപ്പിനെ പറ്റി. അപ്പോൾ ഈ ഒരു നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ആ ഒരു എസ്റ്റേറ്റ് ജനറൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതെന്ത് ചെയ്യുകയാണ്? നമ്മുടെ ലൂയി 16 സമൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വിളിച്ചു കൂട്ടുകയാണ്. എന്തിനാണ് വിളിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ നെക്കറിൻ്റെ അഡ്വൈസ് പ്രകാരമാണ്. അതായത് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ക്രൈസിസ് 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ സംഭവിക്കുകയും അതിനുവേണ്ടി പുതിയ ടാക്സുകൾ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൂയി 16 നെക്കറിൻ്റെ അഡ്വൈസിൽ ഈ ഒരു ഇത്രയും അംഗങ്ങളുള്ള ആ ഒരു ഫ്രഞ്ച് നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ എസ്റ്റേറ്റ് ജനറൽ എന്ത് ചെയ്യുകയാണ്? ഫ്രഞ്ച് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുകയാണ്. ഇപ്പോൾ 175 വർഷത്തിന് ശേഷമാണ് ഫ്രഞ്ച് പാർലമെൻറ്റ് ആ സമയത്ത് വിളിച്ചു കൂട്ടുന്നത്. The existing system was one vote for one house. The first two house supported this. The reason for this was that if the first and second estates came together, they would have a majority to control the government. അപ്പോൾ അവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പിനും ഓരോ വോട്ടാണ്. അതായത് ഇപ്പോൾ ക്ലർജിക്ക് ഒരു വോട്ട്, നൊബിലിറ്റിക്ക് ഒരു വോട്ട്, കോമൺസിന് ഒരു വോട്ട്. ഇപ്പോൾ മെമ്പേഴ്സിനാണ് നോക്കിയാൽ നമ്മുടെ കോമൺസിനാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ്. മറ്റ് രണ്ട് ഗ്രൂപ്പുകളിലെ കൂട്ടിയാലും അതിനേക്കാൾ കൂടുതലുണ്ട് നമ്മുടെ കോമൺസിൻ്റെ എണ്ണം. പക്ഷേ എന്താണ് ഒരു വോട്ട്, ആ ഒരു ക്ലാസ് ഓരോരോ ഹൗസിനും, അതായത് ഓരോ ക്ലർജിക്ക്, അതായത് ക്ലർജി എന്ന് പറയുന്ന ഒരു മൊത്തത്തിൽ ഉള്ള ഒരു ഗ്രൂപ്പിന് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലർജിയും നോബിൾസും കൂടെ ഒത്തുചേർന്നാൽ 2 വോട്ടാവും, മറ്റേ കോമൺസിന് ഒരു വോട്ട് മാത്രമേ ആവത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കും. അങ്ങനെയുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. All the new representatives of the third estate presented the grievance and demands for the groups that they represented. However, King Louis did not make any preparation to resolve these problems. The main reason for this was that the king did not have ഇനഫ് നോളജ് ഓഫ് ദ പാർലമെൻ്ററി സിസ്റ്റം. ഇപ്പോൾ ഓരോ ഗ്രൂപ്പ് അവരുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ കിങ് ഇതൊന്നും നടപ്പാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് വലിയ അറിവ് ഈ പാർലമെൻ്ററി കാര്യങ്ങളിലൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ടെന്നീസ് കോർട്ട് ഓത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. ദോ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡ് മീറ്റിംഗ് ഓഫ് ഓൾ 3 estates together. The first 2 estates refused to do so. Following this, on 17 June 1789, the members of the third estate declared themselves as the real representatives of people of France and called their assembly the French National Assembly. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ 17 ജൂൺ 1789 ആയപ്പോൾ ആ ഒരു തേർഡ് എസ്റ്റേറ്റിൽ പെട്ട ആൾക്കാർ എന്ത് ചെയ്യുകയാണ്? ആ ഒരു ഓരോ ഹൗസും സെപ്പറേറ്റ് സമൺ ചെയ്യുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ച് വിളിച്ചു കൂട്ടി അതിൻ്റെ ഡെസിഷൻ അറിയണമെന്നുള്ള അഭിപ്രായം നമ്മുടെ കോമൺസിൽപ്പെട്ട അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാർ പറയുകയും പക്ഷേ അത് അവർ അംഗീകരിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ തേർഡ് എസ്റ്റേറ്റിൽ അവർ സ്വയം റിയൽ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ജനങ്ങളുടെ റിയൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞ് അവർ സ്വയമായിട്ടൊരു അസംബ്ലി ഉണ്ടാക്കിയാണ്. അതിനെയാണ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത്. With the support of the first 2 estates, Louis XVI closed the hall where this assembly used to be held and placed it under military guard, led by Jean Sullivan Bailey and Abbé Sieyès and Mirabeau. The representatives of the third estate met on 20 June at the nearby tennis court. They declared that they would not leave until they drafted a constitution for France. This was later known as tennis court oath. This was the incident mentioned at the introductory part of the lesson. The session of the National Assembly later came to be known in the history as tennis court assembly. അപ്പോൾ
ആദ്യത്തെ 2 എസ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി എന്ത് ചെയ്യാണ് ലൂയി 16 ഇവരെ ആ ഒരു അസംബ്ലി നടക്കുന്ന ഹാളിൻ്റെ അവിടെയൊക്കെ എന്ത് ചെയ്യണം മിലിറ്ററി ഗാർഡിനെയൊക്കെ വെച്ച് ഇവർ ഒരു കാരണവശാലും അസംബ്ലി നടത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതിനെ നയിച്ചത് ജീൻ സിലീവൻ ബെയ്ലിയും അബസിയാസും മിറാബിയോ എന്ന് പറയുന്ന ആ 3 മിലിറ്ററി ഓഫീസേഴ്സാണ്. അപ്പോൾ പക്ഷേ ഈ തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ടവർ എന്ത് ചെയ്യുന്നു 20 ജൂണിന് അവരൊരു അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ പോവുകയും അവിടെ നിന്ന് ഒരു ഫ്രാൻസിന് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരാതെ അവരവിടെ നിന്ന് പിന്മാറില്ല എന്നുള്ള അഭിപ്രായം പറയുന്നു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെഷൻ ഈ നാഷണൽ അസംബ്ലി സെഷൻ പിന്നീട് ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന പേരിലും ചരിത്രത്തിൽ ഇടം നേടുകയുണ്ടായി. ദ ഫോൾ ഓഫ് ബാസ്റ്റൈൽ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ റെവല്യൂഷൻ. അപ്പോൾ ബാസ്റ്റൈലിൻ്റെ തകർച്ചയും ആ ഒരു വിപ്ലവത്തിൻ്റെ ആരംഭവും അതാണ് നമ്മുടെ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ലൂയി 16 dismissed his advisor Necker and ordered him to leave Paris. As the news spread like wildfire, the crowd that was provoked seized the granaries and bakeries in Paris. They amassed weapons and stormed the Bastille, the symbol of Bourbon despotism, on July 14, 1789, and within hours took control of the city of Paris. The fall of the Bastille is considered as the beginning of the French Revolution. The violent spread of the French countryside and tax collection also fell prey to the people's anger. Louis XVI, fearing the wrath of people, approved the laws passed by the National Assembly. അപ്പോൾ കിങ് ലൂയി 16 എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായ നെക്കറിനെ ഡിസ്മിസ് ചെയ്യുകയും അദ്ദേഹം പാരീസിൽ നിന്ന് പുറത്തു പോകാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു, നെക്കറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് പെട്ടെന്ന് കാട്ടുതീ പോലെ തന്നെ നാട് മൊത്തവും പടരുകയും ആ ഒരു ജനങ്ങൾ ഈ ഗ്രാനറീസും ബേക്കറീസും ഒക്കെ സീസ് ചെയ്യാനും അല്ലെങ്കിൽ ജനങ്ങൾ പ്രൊവോക്ഡ് ആവാനും തുടങ്ങി. അങ്ങനെ ആ ഒരു വെപ്പൺസുമായിട്ട് നമ്മുടെ ബാസ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു ബോർബൺ ഭരണത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അത്, അല്ലെങ്കിൽ ഒരു പ്രിസണാണ്. ആ ഒരു ബാസ്റ്റൈൽ പ്രിസൺ ആക്രമിച്ച് തകർക്കുകയും 14 ജൂലൈ 1789 സംഭവം. ആ ഒരു പാരീസിൻ്റെ കൺട്രോൾ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പാരീസ് മൊത്തം അവരുടെ കീഴിലാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബാസ്റ്റൈലിൻ്റെ തകർച്ച തന്നെയാണ് ആ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വയലൻസിൻ്റെ വാർത്തകൾ നാട് മൊത്തം അറിയുകയും ആളുകൾ വീണ്ടും എന്താണ് ഈ ജനങ്ങളുടെ ആ ഒരു ദേഷ്യത്തിനിരയാകുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ലൂയി 16 ഇതൊക്കെ കണ്ട് പേടിച്ച്, അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു ദേഷ്യവും കണ്ട് പേടിച്ച് എന്ത് ചെയ്യുകയാണ്, അപ്പോൾ നാഷണൽ അസംബ്ലി പാസ് ചെയ്ത നിയമങ്ങളെല്ലാം അപ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ചില നിയമങ്ങളാണ് സ്ലേവറി, അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് സ്ലേവറി, അതായത് ഈ ഒരു അടിമത്തത്തിൻ്റെയൊക്കെ ഒരു അബോളിഷ്മെൻറ്റ്, ടേക്കിംഗ് അവേ ദ സ്പെഷ്യൽ പവേഴ്സ് വെസ്റ്റഡ് ഓൺ ദ നൊബിലിറ്റിയുടെ മുകളിൽ കൊടുത്തിരുന്ന ആ ഒരു അധികാരങ്ങളെ എടുത്ത് മാറ്റുക. അബോളിഷ് ദ ടാക്സ് ദ പീപ്പിൾ ഹാഡ് ടു പേ ടു ദ കത്തോലിക് ചർച്ചിന് ജനങ്ങൾ കൊടുക്കേണ്ട ടാക്സ് ഇല്ലാതാക്കുക. ക്യാൻസലേഷൻ ഓഫ് അഡീഷണൽ ടാക്സുകൾ, മറ്റു ടാക്സുകളുടെയൊക്കെ ക്യാൻസലേഷൻ, ഇതൊക്കെ ലൂയി 16 ചെയ്യുകയാണ്. Women and the French Revolution. Food storage and the policies of Louis XVI did not cooperate with the National Assembly forced women to join the struggle. Thousands of women marched to the Versailles Palace in Paris, the residence of the Bourbon kings, carrying brooms, swords, spears and guns. The large crowd accompanied them. They forcefully brought the king and his family to Paris. Louis XVI assured them that he would accept the decision of the National Assembly without any reservations. Olympia de Gouges, a famous playwright and activist in France, was a strong female voice who advocated for women's rights during the Revolution. In her famous book, The Declaration of the Rights of Women and of the Female Citizen, she demanded that women should have the same rights as men. She stood for a social structure in which women had equal power and rights like men. Madame Eugène Roland was another woman who stood for women's equality. The right of property and the right to divorce were some of the achievements they gained through the women's rights movement. നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഫുഡ് സ്റ്റോറേജും അങ്ങനെ ആ ലൂയി 16 ഭരണത്തിലെ ആ ഒരു പോളിസിയിലെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം നാഷണൽ അസംബ്ലിയിൽ അദ്ദേഹത്തിന് ഒരു കോപ്പറേഷനും അദ്ദേഹം ഒരു നാഷണൽ അസംബ്ലി ആയിട്ട് ഓരോ രീതിയിലും അദ്ദേഹം ഒത്തുപോകാത്ത സമീപനവും കാരണം എന്ത് ചെയ്യാണ്, വിമൻസും അതായത് സ്ത്രീകളും ഈ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഈ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ വന്ന് ഈ വേഴ്സാലൈസ് പാലസ് ആക്രമിക്കുകയും അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, ബോർബൺ രാജവംശത്തിൻ്റെ ആ ഒരു താമസിക്കുന്ന സ്ഥലമാണ് ഈ ഒരു വേഴ്സാലൈസ് കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആക്രമിക്കുകയും കിങ്ങിനെയും ഒക്കെ ഫോഴ്സ്ഫുള്ളി അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പോൾ കിങ് പറയുന്നുണ്ട്, നാഷണൽ അസംബ്ലി എടുക്കുന്ന എന്തും ഒരു റിസർവേഷനും കൂടാതെ ഞാൻ ചെയ്യാൻ അംഗീകരിക്കാം എന്നൊക്കെ കിങ് പറയുന്നുണ്ട്. ആ ഒരു സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഒളിമ്പിയ ഡി ഗൂസെ, ഒരു ഫേമസ്
പ്ലേ റൈറ്റ് ആയിരുന്നു, നാടകൃത്വമൊക്കെ ആയിരുന്നു, ആക്ടിവിസ്റ്റും ഒക്കെ ആയിരുന്നു. ഒരു വിമൻ്റെ അധികാരത്തിന് വേണ്ടി ഒരുപാട് ശബ്ദിച്ച ഒരാളാണ്. അവരുടെ ബുക്കായ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന് പറയുന്ന ബുക്കിൽ അവരുടെ ആ ഒരു അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും അതുപോലെ തന്നെ മെൻ്റെ അതേ റൈറ്റ്സ് വേണമെന്നുള്ള പറഞ്ഞുള്ള പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ആഗ്രഹിച്ചെന്താണ്, ആ ഒരു സോഷ്യൽ സ്ട്രക്ചറാണ്, അതായത് വുമനും മെന്നും ഒരേ പവറും ഈക്വൽ റൈറ്റ്സും ഒക്കെ ഉള്ളൊരു സൊസൈറ്റിയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ മാഡം ജീൻ റോളൻഡ്, അതും ഒരു വിമൻ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്, അവരും വിമൻ്റെ ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് പോരാടിയത്. അപ്പോൾ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അത് മുതലുള്ള ബാക്കിയുള്ള പാർട്ടുകൾ നമ്മൾ അടുത്ത സെക്ഷനിലാണ് നോക്കുന്നത്. അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.